ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ വീഡിയോ ആയിട്ട് തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും ഒത്തിരി യൂസ്ഫുൾ ആവുന്ന ടിപ്സ് ഒക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനലിൽ പുതുതായിട്ട് വന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ വീട്ടിൽ എത്രയൊക്കെ അലമാരി ഉണ്ടെങ്കിൽ പോലും നമുക്ക് പലപ്പോഴും തുണികൾ അടുക്കി വെക്കാനായിട്ട് സ്ഥലം തികയാറില്ല അല്ലെ. അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ള നല്ലൊരു കിഡ്ലൻ ടിപ്പാണിത്. അത് മാത്രമല്ല, ഈ ഒരു മഴക്കാലത്ത് നമ്മൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് തുണി ഉണങ്ങി കിട്ടാറില്ല എന്നുള്ളത്. അപ്പൊ അതിനൊക്കെയുള്ള ഒരു പരിഹാരമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലുള്ള പൈപ്പാണ്. പിന്നെ ഇത് കെട്ടാനായിട്ട് ഞാൻ ഇതുപോലുള്ള കയറും എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള പൈപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ PVC പൈപ്പോ അല്ലാന്നുണ്ടെങ്കിൽ മരക്കമ്പോ എടുക്കാം കേട്ടോ. മരക്കമ്പ് എടുക്കുന്ന ടൈമിൽ കുറച്ച് കട്ടിയുള്ള ടൈപ്പ് എടുക്കണം കേട്ടോ. അതായത് വെയിറ്റ് താങ്ങാൻ പാകത്തിലുള്ള ടൈപ്പ് എടുക്കണം. ഇപ്പൊ ഞാനിവിടെ 6 പീസ് പൈപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ പൈപ്പിന്റെ എണ്ണയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പൈപ്പിനെ കയർ ഉപയോഗിച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇത് അത്യാവശ്യം ലെങ്ത്തിൽ കയർ എടുത്തിട്ടുണ്ട്. അതിന് സെന്റർ ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നീളമുള്ള കയറെടുത്തതിന് ശേഷം രണ്ടായിട്ട് മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് സെന്റർ ഭാഗം എടുത്താൽ മതി. ഇപ്പൊ ഞാൻ എന്താ സെന്റർ ഭാഗം എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സെന്റർ ഭാഗം ഇതുപോലെ വെച്ചതിന് ശേഷം രണ്ട് സൈഡിലെ കയറും ഈ ഒരു പൈപ്പിന്റെ രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് കെട്ടിക്കൊടുക്കാം. ഇതിപ്പോ എന്റെ കയ്യിലുള്ളത് സ്റ്റീൽ ടൈപ്പ് പൈപ്പാണ്. അത് മാത്രമല്ല, ഞാൻ യൂസ് ചെയ്ത കയർ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കിന്റെ ആണ്. അതുകൊണ്ട് തന്നെ കയർ കെട്ടുമ്പോൾ എത്രത്തോളം ടൈറ്റ് ആവുമെന്ന് അറിയില്ല. പെട്ടെന്ന് ലൂസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു കയർ കെട്ടിയതിന്റെ മുകളിലായിട്ട് കേബിൾ ടൈ കൂടി ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കേബിൾ ടൈ വെച്ചിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ പ്ലാസ്റ്റിക്കിന്റെ കയർ പെട്ടെന്ന് അഴിഞ്ഞു പോകില്ല കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ ഒരു പൈപ്പിന്റെ രണ്ട് ഭാഗത്തായിട്ട് ഹോൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് PVC പൈപ്പ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഹോൾ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇതിപ്പോ സ്റ്റീൽ ടൈപ്പ് ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഹോൾ ഉണ്ടാക്കി എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ എന്താ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. ഇപ്പൊ ഞാൻ എന്താ കേബിൾ ടൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇത് ഇളകി പോരുന്നൊന്നും ഇല്ല. ഇനി നമുക്ക് കേബിൾ ടൈയുടെ ബാക്കി ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത സൈഡ് ഒന്ന് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം കയറ് കൊണ്ട് ഇതുപോലെ ഒന്ന് കെട്ടിയതിന് ശേഷം അതിന്റെ മുകളിലായിട്ട് കേബിൾ ടൈ ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇതാ ആ ഒരു പൈപ്പിന്റെ രണ്ട് ഭാഗത്തും ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ താഴ്ഭാഗത്ത് നമുക്ക് ഇതേ രീതിയിൽ ഒന്ന് പൈപ്പ് കെട്ടിക്കൊടുക്കാം. പിന്നെ രണ്ടാമത്തെ പൈപ്പ് കെട്ടിക്കൊടുക്കുമ്പോൾ ചരിവൊന്നും ഇല്ലാതെ കറക്റ്റ് ആയിട്ടൊന്ന് പിടിച്ചു നോക്കിയിട്ട് വേണം കേട്ടോ കെട്ടിക്കൊടുക്കാനായിട്ട്. അതായത് വലതു ഭാഗത്തെയും ഇടതു ഭാഗത്തെയും കയറ് തമ്മിൽ ഒരേ ഡിസ്റ്റൻസ് ആയിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കെട്ടിത്തീരുമ്പോഴേക്കും ഒരു ഭാഗം അങ്ങ് ചെരിഞ്ഞിരിക്കും കേട്ടോ. ഇപ്പൊ ഞാൻ എന്താ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ സൈഡ് കെട്ടുന്ന ടൈമില് ഇതുപോലെ ആ ഒരു കയർ ടൈറ്റ് ആയിട്ട് പിടിച്ചിട്ട് വേണം, കറക്റ്റ് ആണോ നോക്കിയിട്ട് വേണം കേട്ടോ കെട്ടിക്കൊടുക്കാനായിട്ട്. അങ്ങനെ ഇത് ഞാൻ രണ്ടാമത്തെ പൈപ്പും കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ പൈപ്പുകളും ഒന്ന് കെട്ടിക്കൊടുക്കാം. അങ്ങനെ എന്താ ഞാൻ എടുത്ത 6 പൈപ്പും ഇതുപോലെ താഴെ താഴെയായിട്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ യൂസ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ എന്താ ഇതുപോലെ ആണിയിലൊന്ന് ഹാങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുക്കി വെക്കാനുള്ള തുണികൾ എടുത്തതിന് ശേഷം ഇതുപോലെ ആ ഒരു പൈപ്പിന് മുകളിലായിട്ട് ഇട്ട് കൊടുത്താൽ മതി. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് തൂക്കിയിട്ട് കൊടുക്കാം. അതിനുശേഷം താഴ്ഭാഗത്തുള്ള പൈപ്പിലോട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ തുണികളൊക്കെ അടുക്കി വെക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് എത്ര തുണികൾ വേണമെങ്കിലും അടുക്കി വെക്കാം. ഇതിപ്പോ ചുമരിൽ തന്നെ തൂക്കിയിടുന്നില്ല. നമ്മുടെ അലമാരയുടെ ഡോറൊക്കെ ഉണ്ടാവല്ലോ, ആ ഡോറിന്റെ സൈഡിലായിട്ട് നമുക്ക് ഇതുപോലെ തൂക്കിയിടാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു റൂമിന്റെ ഡോറിന്റെ ബാക്ക് സൈഡിലും ആയിട്ട് നമുക്ക് ഇതുപോലെ തൂക്കിയിടാവുന്നതാണ്. അങ്ങനെ എന്റെ തുണികളൊക്കെ അടുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എത്ര തുണികൾ വേണമെങ്കിലും ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. മിക്കവാറും ഒരു അലമാരയെങ്കിലും കാണും എല്ലാവരുടെ വീട്ടിലും ഡ്രസ്സൊക്കെ വെക്കാനായിട്ട്. എന്നാൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ ഇട്ട ഡ്രസ്സ്, അതായത് ഒറ്റത്തവണയൊക്കെ ഇട്ടിട്ടുള്ളെങ്കിൽ പിന്നീട് നമുക്ക് ഇടാനായിട്ടൊക്കെ വെക്കുന്ന ടൈമിൽ അത് വെക്കാനുള്ള ഒരു സ്ഥലം കാണില്ല. അപ്പോൾ ആ ഒരു ടൈമൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ട്രിക്കാണിത്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റത്തവണ ഇട്ട ഡ്രസ്സൊക്കെ, അതായത് പിന്നീട് ഇടാൻ വേണ്ടി മാറ്റി വെക്കുന്ന ഡ്രസ്സൊക്കെ ഈ ഒരു രീതിയിൽ നമുക്ക് അടുക്കി വെക്കാവുന്നതാണ്. പിന്നെ ഡ്രസ്സൊക്കെ വെക്കാൻ സ്ഥലമില്ലാത്തവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു സംഭവം തന്നെ നമുക്ക് വേറൊരു രീതിയിലും യൂസ് ചെയ്യാവുന്നതാണ്. വേറൊന്നുമല്ല, ഇത് നമുക്ക് തുണികൾ ഉണക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ.
നമുക്കറിയാം മഴ ഇപ്പൊ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ തുണികളൊക്കെ ഉണങ്ങി കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ ഈ ഒരു ടൈം ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ ടിപ്പാണിത്. അതിനായിട്ട് ഞാൻ ഈ ഒരു പൈപ്പും ഈ ഒരു കയറും തന്നെയാണ് എടുക്കുന്നത്. ഇതിന്റെ അടിഭാഗത്ത് ഞാൻ ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ്. അതായത് 2 കയറും ചേർത്തിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഈ ഒരു കയറിനെ, അതായത് ഇപ്പൊ നമ്മൾ കെട്ടിക്കൊടുത്ത കയറിനെ വേറൊരു കയറുമായിട്ട് ഞാൻ ജോയിൻ ചെയ്ത് കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ ഇത് നമ്മളുണ്ടാക്കിയ സംഭവത്തെ ഈ ഒരു രീതിയിൽ ഒന്ന് തൂക്കി കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗം നേരത്തെ നമുക്ക് കൊളുത്തിയിടാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് കർട്ടന്റെ സൈഡിലായിട്ട് കൊളുത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത ഭാഗം ഞാൻ ഇതുപോലെ കെട്ടി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ നനഞ്ഞ തുണികളൊക്കെ നമ്മുടെ സാധാരണ ആഴയിലൊക്കെ ഇടുന്നത് പോലെ ഉണക്കാൻ ഇടാവുന്നതാണ്. ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എത്രയൊക്കെ മഴയുണ്ടെങ്കിൽ പോലും നമ്മുടെ തുണികളൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൈപ്പിന്റെ എണ്ണം ഒന്ന് കൂട്ടുകയാണെങ്കിൽ നമുക്ക് എത്ര തുണികൾ വേണമെങ്കിലും ഉണക്കാൻ ഇടാവുന്നതാണ്. ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ തുണികളൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. കാരണം ഇത് ഒന്നിനോടൊന്ന് ടച്ച് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മുടെ തുണികളിലൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും. ഇങ്ങനെ നമുക്ക് ഹാങ്ങറിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് തുണികൾ ഇതിലോട്ട് ഉണക്കാൻ ഇടാവുന്നതാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറെ തുണികളൊക്കെ ഒരേ സമയം ഉണക്കിയെടുക്കാനും പറ്റും. അപ്പൊ ഇതുപോലുള്ള പൈപ്പിന്റെ പീസൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇങ്ങനെ ഉണ്ടാക്കുന്ന ടൈമിൽ നമുക്ക് തുണികൾ ഉണക്കാനും പിന്നെ അടുക്കി വെക്കാനും പറ്റും. ഇത് നിങ്ങൾ തുണികൾ ഉണക്കാനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ തന്നെ മടക്കി വെച്ച് സൂക്ഷിക്കാനും പറ്റും. അപ്പോൾ ഉറപ്പായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ എന്താ കാർഡ്ബോർഡിന്റെ പീസൊക്കെ എടുത്തിട്ടുണ്ട്. ഈ 2 കാർഡ്ബോർഡിന്റെ പീസും ഞാൻ ഒരേ സൈസിൽ കട്ട് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് ഇതൊന്ന് ചേർത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് ഞാൻ ഗ്ലൂ ഗണ്ണൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചേർത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ഗ്ലൂ ഗൺ ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ വൈറ്റ് ഗ്ലൂ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി. പിന്നെ ഞാൻ ഇതിലോട്ട് എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള ഒരു വാൾപേപ്പറിന്റെ പീസാണ്. ഈ ഒരു വാൾപേപ്പറിന്റെ പീസ് നിങ്ങൾ കണ്ട് കൊടുത്തതാണ് അല്ലെ. കാർഡ്ബോർഡ് കൊണ്ടുള്ള മിക്ക സംഭവത്തിന് ഞാൻ ഇത് തന്നെയാണ് എടുക്കാറുള്ളത്. ഇതുപോലെ ഒരു വുഡൻ ഡിസൈനിലുള്ള വാൾപേപ്പർ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇതുകൊണ്ട് ചെയ്യാൻ പറ്റും കേട്ടോ. കുറെയൊക്കെ നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പൊ കയറി കാണാത്തവരാണെങ്കിലും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇപ്പൊ ഞാൻ എന്താ വാൾപേപ്പറിന്റെ സ്റ്റിക്കറൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കാർഡ്ബോർഡ് പീസിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. എയർ ഒന്നും കയറാത്ത രീതിയിൽ കറക്റ്റ് ആയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ എന്താ വാൾപേപ്പറൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ 2 സൈഡിലായിട്ട് നമുക്ക് 2 ഹോള് വീതം ഇട്ട് കൊടുക്കണം. ഇനിയിപ്പോ നിങ്ങളുടെ കയ്യിൽ വാൾപേപ്പർ കുറവാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ മാത്രം ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഇതുപോലൊരു ബാംബൂ സ്റ്റിക്ക് വെച്ചിട്ട് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇതുപോലെ നമുക്ക് 4 സൈഡും ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ 4 സൈഡിലും ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലൊരു ജൂട്ടിന്റെ നൂലാണ്. ജൂട്ടിന്റെ നൂല് ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ കയറായാലും മതി. പിന്നെ ജൂട്ടിന്റെ നൂല് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കട്ടിയുള്ള ടൈപ്പ് എടുക്കണം കേട്ടോ. ഇപ്പൊ എന്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. സാധാരണ കയറിനേക്കാളും ഭംഗി ഇതുപോലൊരു ജൂട്ടിന്റെ നൂല് തന്നെയാണ്. ഇതിപ്പോ കട്ടി കുറഞ്ഞതായതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ 4 ആക്കി മടക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയ ഹോളിന്റെ ഉള്ളിൽ കൂടി ഒന്ന് കടത്തി കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു നൂല് അടുത്ത ഹോളിന്റെ ഉള്ളിൽ കൂടി ഒന്ന് പുറത്തേക്ക് എടുക്കാം. ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു നൂല് കറക്റ്റ് ലെങ്ത്തിൽ ഒന്ന് ആക്കി കൊടുക്കാം. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് അടുത്ത സൈഡ് ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ അടുത്ത സൈഡിലും ഇതുപോലെ ചരടൊക്കെ കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ചരടുകളൊക്കെ നമുക്കൊന്ന് ചേർത്തൊന്ന് കെട്ടിക്കൊടുക്കാം. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ 4 കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് കൊളുത്തിയിടാനായിട്ട് ഈ ഒരു ചരട് വെച്ചിട്ട് തന്നെ നമുക്ക് കൊളുത്തുപോലെ ഉണ്ടാക്കി കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു എക്സ്ട്രാ നൂലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ്. അങ്ങനെ ഈ ഒരു റാക്ക് തൂക്കിയിടാനുള്ള കൊളുത്തും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ചുമരിലോട്ട് ഹാങ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്റെ കയ്യിലുള്ള ഡെക്കോർ പീസ് വെച്ചിട്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനെ ഒന്നുകൂടി ഒന്ന് ഭംഗിയാക്കാനായിട്ട് ഞാൻ ലൈറ്റ് കൂടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ അതിലോട്ട് തന്നെ വേറൊരു ഡെക്കോർ പീസ് വെച്ച് കൊടുത്തതാണ്. അപ്പൊ ഇതുപോലുള്ള കാർഡ്ബോർഡ് പീസ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇതുപോലെ 2-3 പീസൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ചുമരിലോട്ട് ഹാങ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം.
കൂടാതെ ഞാൻ എന്നും പറയുന്ന പോലെ ഈ ഒരു ചാനൽ ഞാൻ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തേക്കണം കേട്ടോ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.